ഹലോ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ പറയാനുള്ള ഒരു സാവകാശം പോലും ഈ കൊല്ലം ഞങ്ങൾക്ക് കിട്ടില്ല അല്ലേ? കളർ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്റെ കൊച്ചാന്ന്. പക്ഷെ എന്റെ തന്നെ ഗായ്സ്. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. രണ്ട് തള്ളച്ചികളും ഒരു കൊച്ചുമായിട്ട് പാതിരത്ത് അതിന്റെ ചിരി നോക്കിക്ക്. എത്ര മണിയായെന്നറിയാമോ? എത്ര സമയടാ? എന്താ ഇവളുടെ ചിരി കണ്ട മോർണിംഗ് ഏർലി മോർണിംഗ് 10 o'clock ആന്ന് തോന്നുന്നു. പക്ഷെ 2 മണിയായിട്ടുണ്ട്. അതല്ല, 2 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ 2 മണിക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കൂലെങ്കിലോ ഞങ്ങൾ പുറത്തിറങ്ങി കാണിച്ചു തരുന്നു. അതെ, നൈറ്റ് വൈബിന് പോവാണ് കൊച്ചിനെയും കൊണ്ട്. ഇപ്പൊ നൈറ്റ് വൈബിന് നമ്മൾ എങ്ങോട്ടാ പോണേന്നറിയോ? പറ നീ പറ. ജബൽ ചേസ് അങ്ങനെയൊക്കെ. അയ്യോ ഇരുട്ടായി. വെളിച്ചുള്ള സ്ഥലത്തേക്ക് നമുക്ക് ബാ. ഇതുണ്ടോ? അതെ, രാത്രി 2 മണിയായി. അപ്പൊ നമുക്ക് ഒന്ന് ജബൽ ചേസ് വരെ പോവാന്ന് ഇവള് പറഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞു ഇവളെടുത്ത്. അപ്പൊ ഇവള് പറഞ്ഞു. അപ്പൊ ഇവളെ കെട്ടിയാൻ സമ്മതിച്ചു. അപ്പൊ നമ്മുടെ കുട്ടീനെയും ചാച്ചി വട്ടിയൊക്കെ എല്ലാം പറക്കിയെടുത്ത് നമ്മൾ പോകുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് 10, ഇന്ന് ജനുവരി 10-ാം തീയതിയാണ്. ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ 3ാമത്തെ തവണയാണ് ഞാൻ ജബൽ ജയ്സ് പോകുന്നത്. എനിക്കറിയാൻ പാടില്ല. എൻ്റെ ന്യൂ ഇയർ ഫസ്റ്റ് ഡേ ജനുവരി 1 ഞാൻ റാസുൽ കൈമയിൽ പോയിട്ടുണ്ടായത്. അന്ന് തുടങ്ങിയിട്ട് 4ാമത്തെ വട്ടമാണ് ഞാൻ റാസുൽ കൈമയിൽ പോണത്. ജബൽ ജയ്സിൽ ഇത് കൂട്ടിയിട്ട് 3ാമത്തെ തവണയാണ്. ഈ സമയം ആയതുകൊണ്ടും ഞാൻ ജബൽ ജയ്സിൽ 2025 ന്യൂ ഇയറിന് ഫസ്റ്റ് ആണ് പോകുന്നത്. ഫസ്റ്റ് ട്രിപ്പ് എൻ്റെ 3ാമത്തെ ട്രിപ്പാണ്. നമ്മളവിടെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏകദേശം 2 വർഷം ആയാടാ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട്. ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ വഴിയേ പറയാം. ഞങ്ങൾ ഏകദേശം 1.5 വർഷമായിട്ട് നിന്നെ കാണുന്നില്ല, ഇങ്ങോട്ട് വാ. നമ്മൾ 1.5 വർഷം വീണ്ടും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു 1.25 വർഷമായിട്ടൊക്കെ ഓളെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് എവളെ കെട്ടിയോൻ. അപ്പൊ നമ്മള് എന്താ പറയാ, കുറച്ച് പിണക്കത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് കെട്ടണ്ടെന്ന് തോന്നിപ്പോ. അപ്പൊ കം ടു ദ മാറ്റർ, ഞങ്ങള് പിണക്കത്തിലായിരുന്നു. അപ്പൊ ഞങ്ങള് ഏകദേശം 2 വർഷം അടുപ്പിച്ചാവാനായി. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇവളെ കുറെ മിസ് ചെയ്തു. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഞങ്ങള് പിണക്കത്തിലായിരുന്നു. രണ്ടാളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീർത്തിട്ടുണ്ട്. അത് വഴിയെ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും പറയണം. കുറച്ച് ആൾക്കാർ അത് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് പറയണമല്ലോ, ഞങ്ങൾ ഒരുമിച്ച് അത് പറയുന്നതായിരിക്കും. ഞാൻ നിന്നെ ഇന്റർവ്യൂ, നമ്മള് പരസ്പരം ഇന്റർവ്യൂ, പിന്നെ ഞങ്ങള് അതെ. അപ്പം ഇതിനിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഞാൻ പണക്കത്തിലായതുകൊണ്ട് ഞങ്ങൾ മുന്നേ പോയിട്ടുള്ള ട്രാവലിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഇപ്പോഴേ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. എടുത്ത് നോക്കുമ്പോ ഇവിടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എടുത്ത് നോക്കുമ്പോ എനിക്ക് സങ്കടം വരും. എനിക്ക് വരാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ കുറെ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ജോർജിയയിൽ പോയപ്പോ. അതൊക്കെ ഞങ്ങളെ പിണക്കം കാരണം പറ്റിയില്ല. ട്രിപ്പ് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ട്രിപ്പ് പോണം എന്തായാലും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിന് പോകണമെന്ന് തോന്നിക്കാനുള്ള റീസൺ തന്നെ ജോർജിയ ട്രിപ്പായിരുന്നു. അതുവരെയൊക്കെ ഞാനും സെപ്പറേറ്റ് പോയിട്ടുണ്ട്, ഇവളും സെപ്പറേറ്റ് എവിടേക്കൊക്കെയോ പോയിട്ടുണ്ട്. എന്നാലും ഇതൊരു ഹരമായിട്ട് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് ട്രിപ്പ് പോകുന്ന സംഭവമാണ്, അതും ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ഒരു സംഭവമാണ് തോന്നിയിട്ടുണ്ടായില്ല. അപ്പൊ ഈ ഒരു വ്ലോഗിന് ശേഷം ഞാൻ അത് എങ്ങനെയൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പോസ്റ്റാക്കാനും കൂടെ ശ്രമിക്കാം. കാരണം അത് അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ട്. അതെന്താ ചെയ്യണമെന്നൊരു അറിവില്ലാണ്ട് ഞാൻ ഇത്ര ദിവസം ഇരിക്കായിരുന്നു. എന്തായാലും ഞാൻ കുത്തിപ്പൊക്കും, കുറച്ച് വ്യൂസ് കയറട്ടെ എന്നൊക്കെ. നമ്മളെ ചാനലിൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. എൻ്റെ മടി കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു 4000 hours കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന എൻ്റെയും അവളുടെയുമായ സബ്സ്ക്രൈബേഴ്സ്, മറ്റ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഞെക്കി പൊട്ടിച്ച് ബെല്ലൊക്കെ ഐക്കണൊക്കെ അമർത്തി ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കി തരേണ്ടതാണ്. എന്നാൽ എന്താണ് ഗുണം? ട്രിപ്പ് പോകും ഞങ്ങൾ. അത് വെച്ച് ഈ വെറുപ്പിക്കൽ കാണണം, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. കൊച്ചിനെ വെച്ചിട്ട് അധികം സമയം നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം അത്യാവശ്യം നല്ല ഒരു തണുപ്പുള്ള ഒരു ടൈമാണ് ദുബായിലെന്നല്ല, ഓൾ ഓവർ UAE ഭയങ്കര തണുപ്പാണ്. അപ്പം നമുക്ക് കൊച്ചിനെ കൊണ്ട് മാത്രം മാനിച്ചിട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പം ഡ്രൈവർ സുനി എന്തോ സാധനം വാങ്ങാൻ പോയിക്കാം. പക്ഷെ ഞങ്ങൾ വണ്ടി റെഡിയാണ്. ഞങ്ങൾ ഇതിലാണെന്ന് പറയാം. എന്റെ കൈ മേടിക്കുന്നുണ്ട്.
പറഞ്ഞ ഹൈസ്ലിൻ വേണ്ട, ഇത് തുടക്കമാണ്, ഭയൊന്നും പറയരുത്. ഓക്കെ, അപ്പൊ നമ്മളെ വണ്ടിയുടെ സ്പെൽബർഗ് വന്ന കാരണം നമ്മൾ അകത്ത് കയറുന്നതായിരിക്കും. VIP സെറ്റപ്പ് ഒന്ന് തള്ളാൻ വന്ന നീയാ. ഇവിടെ എത്തിയപ്പോ ഒരു വിശപ്പ് അല്ല, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് KFC കഴിക്കണമെന്നുള്ളത്. ഞാൻ നിങ്ങളോട് വേറൊരു സംഗതി പറഞ്ഞു തരട്ടെ. ബിഹൈൻഡ് ദ ക്യാമറയിൽ നടന്നത് എന്താന്നും എന്തായിരുന്നു? ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ ഇവള് പറഞ്ഞു നമുക്ക് വ്ളോഗിൽ തള്ളാം, നമുക്ക് VIP സെറ്റപ്പ് അവര് ചെയ്തു തന്നു. അതൊന്നും ഇവിടെ പറയാൻ പാടില്ല. പക്ഷെ ഡോറ് ലോക്കാണ്. ഇനി നീ എങ്ങനെ തള്ളും? അപ്പൊ അവനെങ്ങനെ കയറി ഉള്ളിൽ കയറിയില്ല. അത് അങ്ങ് അന്തപ്പക്കം പോയിട്ട് ഓർഡർ ചെയ്യുവാന്ന് തോന്നുന്നു. ദുബായില് ഏകദേശം ഒരു 2-3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ UAE 2-3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാധനം എന്ന് പറയുന്നത് ഈ KFC പിസ്സ ഹട്ടൊക്കെയാണ്. കാരണം ഇത് നോക്കൂ, വർക്കിംഗ് മെസ്സേജ് വെച്ചിരിക്കുന്നത് 3 AM. അപ്പം ഇപ്പൊ സമയം എന്തായടാ? വരുന്ന വഴിക്ക് സമയം നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇവിടുത്തെ മുടിയൊക്കെ ഇവിടെ പോയി. ഞാൻ കഷണ്ടി ആവാൻ തുടങ്ങി. വയസ്സായി അപ്പൊ നമുക്ക് കുറച്ച് KFC ഒക്കെ കഴിച്ചിട്ട് പോവാം. എടാ ക്ലോസാ, സീരിയസ്ലി ക്ലോസാ. ഡിന്നർ മീല് പറഞ്ഞോ ബേബി? അങ്ങനെ ഞങ്ങൾ റാസൽ ഖൈമയിൽ എത്തിയിട്ടുണ്ട്. അയ്യോ അല്ല, റാസൽ ഖൈമയുടെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് KFC കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം വേറെ ഒന്നും കിട്ടത്തില്ലല്ലോ. ബന്നും അതുപോലെ മറ്റുള്ള സ്വീറ്റ് കോണൊന്നും വേണ്ട. അങ്ങോട്ട് പോകെ അതൊക്കെ കിട്ടത്തുള്ളൂ. സോ ബെറ്റർ ഇവിടെ എനിക്ക് 2 പീസ് മതി. അതാ പറഞ്ഞ ഒരു 2 ഡിന്നർ മീൽ വാങ്ങിച്ചാൽ മതി. 3 പീസിന്റെ 2 ഡിന്നർ മീൽ വാങ്ങിച്ചാൽ മതി. ബാ നമുക്ക് ബാക്കി പറയാം. എന്തേലും ഇവിടെ ഞാൻ കിട്ടും. ഞാൻ പറഞ്ഞത് ഞങ്ങൾ വ്ളോഗ് ഞാൻ ചെയ്താൽ ഒരുമിച്ച് ചെയ്യാൻ നിന്ന് എങ്ങനെ ഇരിക്കും? അതെ, പോയിന്റ് ഒക്കെ വിട്ടോ എന്താന്തോ ഞാൻ പറഞ്ഞെന്നൊക്കെ. അങ്ങനെ 3 മണി വരെയുള്ള ഈ KFCയിൽ നമ്മള് 2:30 മണിക്ക് എത്തിയിരിക്കുകയാണ്. 2:30 അല്ലേ ആ സമയം കാണിച്ചേ? 3:18 ഗൈസ്. 3:18. ഓക്കെ. അപ്പൊ വെറുതെ എല്ലാവരും വാതില് കൂട്ടി ഇവിടെ ശരിയാ. ഇത് മറ്റേ ഡ്രൈവ് ത്രൂ ആണ്. നമുക്ക് വണ്ടിയിൽ മാത്രമേ തരുള്ളൂ. അല്ലാണ്ട് 2 കാലിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന മനുഷ്യനെ ഒന്ന് കാണിച്ചു കൊടുക്കും. അയ്യോ, അവിടെ സുന്ദരനായ ഒരു ചെറുക്കൻ. ഇനി അവൻ ശരിക്കും ഞങ്ങൾ അവനെ എടുക്കുവാണെന്ന്. ഓക്കെ, ഞങ്ങൾ സുന്ദരനാണെന്ന് ഉദ്ദേശിച്ചത് യവന്റെ ബാക്കിലുള്ള ചെറുക്കൻ. നോക്ക് ഡ്രൈവ് ത്രൂല് 2 കാല് കൊണ്ടുവന്നു. അതെ, ഓർഡർ ആക്കുന്നേന്ന് അവിടെ നിന്നിട്ട് മെയിൻ ഡോർ അവര് ക്ലോസ് ചെയ്തു. കാരണം 3 മണിക്ക് ശേഷം ഞങ്ങൾ ഈ വാതിൽ തുറക്കത്തില്ല എന്നൊക്കെ. ക്ലോസ്ഡ് കണ്ട. അതെ, we love you okay. ഇവക്ക് ആരോ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവളത് പോക്കറ്റ് ഇട്ട് നടക്കുവാണ്. അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് നുർലാന്റെ നമ്പറാണ്. അസർബൈജാനില് ഞങ്ങളുടെ ഗൈഡിന്റെ. ഇവള് അസർബൈജാനിൽ പോയി, എന്നിട്ട് ഇവള് ഈ പാന്റ് കഴുകിയിട്ടില്ല. ഈ പാന്റ് കഴുകി ഈ നമ്പർ ഇങ്ങനെ ഇല്ലല്ല, ഇത് കഴുകിയിട്ടില്ല കേട്ടോ. ഇതൊരു കാര്യം മനസ്സിലായല്ലേ? നോക്ക്, കഴുകി. ഈ പാന്റ് ഞാൻ അവിടെ ഉപയോഗിച്ചില്ലല്ലോ. പിന്നെ ഉപയോഗിക്കാണ്ട് എങ്ങനെയാണ് നമ്പർ നീ പോക്കറ്റ് ഇട്ടത്? എനിക്കിപ്പോ അറിയണം. എനിക്കറിയത്തില്ല. ഈ പാന്റ് കഴുകിയതായിട്ടാണ് എന്റെ ഓർമ്മ. ആ പെണ്ണുമ്പോൾ അവിടെ മടക്കിയല്ലേ വെച്ചിരുന്നത് ബെഡില്. ഞാൻ അതിൽ നിന്നല്ലേ എടുത്തത്. പല സത്യങ്ങളുടെയും ചുരുൾ അഴിയുകയാണ് ഗൈസ്. റാസൽ ഖൈമയുടെ ഒരു വഴിത്തിരിവാകുമോ? ഇവളുടെ കെട്ടിയോനെ ഇവളുടെ കുട്ടിയും ആരെങ്കിലും ഏറ്റെടുക്കുമോ? കാത്തിരുന്ന് കാണുക. തിങ്കൾ മുതൽ തിങ്കൾ വരെ. കാരണം 7 ദിവസം ഉണ്ടോന്ന്. 2 ദിവസം നമുക്ക് ലീവാ. കിട്ടിയല്ലോ. ഇതാരാ എണീറ്റിരിക്കുന്നേ? അപ്പൊ ഇന്ന് ഇക്കു പുതിയൊരു വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. അതിന്റെ ട്രീറ്റ് ആണല്ലേ ഇത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വലുത് ആവശ്യപ്പെടുമായിരുന്നു. അതെ, ഞങ്ങള് പുതിയ വണ്ടി, ഞങ്ങളെ ശകടം നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നല്ലോ, അതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി.
So guys, നമ്മള് മലന്റെ മുകളിലോട്ട് പോവാണ്. ഞാൻ കുട്ടീനെ നോക്ക്. Yes, it is. നല്ല തണുപ്പുണ്ട് ഇവിടെ. സത്യം. ആലോചിക്കുവാണേ, നമ്മൾ ഇവിടുന്ന് വണ്ടിന്ന് പുറത്തിറങ്ങിയപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ വീട്ടിൽ കയറിയത്, ഐ മീൻ ഇവള് ഞങ്ങൾ മീറ്റാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും വീട്ടിൽ പോയായിരുന്നു എന്തെല്ലോ എടുക്കാൻ. എന്നിട്ട് ഞാൻ എന്താ എടുത്തെന്നറിയൂ? സ്വെറ്റർ ഒഴിച്ച് ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. എന്തിനാണോ? കാരണം എനിക്ക് യാതൊരുവിധ ഉറപ്പില്ല നമ്മൾ റാസൽ കൈമ എത്തും എന്നുള്ളത്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടാ. അപ്പൊ റാസൽ കൈമയിൽ എത്തിയാൽ എന്തായിരിക്കും ഗൈസ്? പൊടിക്കണം നമുക്ക്. താങ്കൾ തണുത്ത് കിടക്കും. ഈ കേവ്സ് നമ്മൾ എവിടെ നിന്ന് കഴിക്കും അപ്പൊ? അയ്യോ, ഇത് ചത്ത ചവമായതിനു ശേഷമായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക. കാത്തിരുന്ന് കാണാം ഗൈസ്. സ്ട്രിപ്സ് ഒക്കെ ഉണ്ടോ? സ്ട്രിപ്സ് നീ എടുക്കും. സ്ട്രിപ്സ് നിനക്ക്, കാലെനിക്ക്. ഞങ്ങള് ഗൈസ് എന്താ നമ്മളിപ്പം പെട്രോൾ പമ്പിലേക്ക് ഞാൻ മാളിൽ നിന്നും മാളിലേക്ക് എന്നുള്ളത് വിട്ടിട്ട് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ പമ്പിലേക്ക്. അല്ല, നമുക്കിത് കഴിക്കണ്ടേ? കാരണം വണ്ടിക്കകത്ത് ഈ മണം ഇരിക്കുന്ന ഭയങ്കര അടിച്ചടിച്ചടിച്ചടിച്ച് ഞങ്ങൾ പകുതി മേടിക്കുന്നത്. ഇതെന്താ ശീക്കപ്പാ പോലെ KFC എന്താ ഈ കളർ? ഒരു ബക്കറ്റ് നിങ്ങൾ എന്താണോ തീർച്ച? നീ സത്യം പറഞ്ഞ നിന്റെ വായന്നാണോ തെറിച്ചത്? പിന്നെ പ്രൂഫ്. അവിടെ ഒരാള് കൊച്ചിനെ താലോലിക്കുന്നു. സോസ് ബേബി കരയുന്നതുകൊണ്ട് ആള് വണ്ടിക്കകത്ത് പോയി. നല്ല തണുപ്പാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ കുറച്ച് അല്ലറ ചില്ലറ സാമഗ്രികളാണ്. ഇത് ഹെസ്ലൻ ബേബിയുടേത്, ഇതിൻ്റെ അടിയിലിരിക്കുന്ന എൻ്റെത്. നിങ്ങളുടെ എവിടെയാ? ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, കറവ് മാടു പൊട്ടിക്കൂ. എന്ത് ആദ്യത്തെ പങ്ക് അവൾക്ക്? ആയിക്കോട്ടെ, ഇത് കാണുമ്പോ എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ തോന്നുന്നു. ഞാനും ഇനി ഒരു ദിവസം കല്യാണം കഴിച്ചത് എന്റെ ചെക്കനെ കൊണ്ട് ഇതുപോലെ ഞാൻ KFC വിളമ്പിക്കും. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പീസ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇവൻ സെർവ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഒന്നുമില്ല, നമുക്ക് 3-4 വർഷത്തെ പരിചയമില്ലടാ. ഏതാണ് എന്റെ? അത് അത്യാവശ്യം അധികം വെച്ചു, എനിക്കത് ഇഷ്ടം. ഞാൻ ലെഗ് പീസ് കഴിക്കാറില്ല. ഞാൻ ഇവൻ ലെഗ് പീസ് വെച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ടാക്സി പിടിച്ച് ഞാൻ പോയേനെ. അതെ, കെച്ചപ്പ് നീ തെറിപ്പിച്ചതുണ്ടല്ലോ, അത് ഞാൻ ആക്കി കഴിച്ചോളാം. അങ്ങനെ എന്റെ പങ്കും കൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് കയറി. വെളിയിൽ ഭയങ്കര തണുപ്പ്. നമ്മൾ ജബൽ ജയ്സിൽ എന്തിനാണോ പോണെന്ന് എനിക്കറിയാൻ പാടില്ല. എവിടെ ഇങ്ങനെയാണ് നേരം വെളുത്തിട്ട് വണ്ടി സൺറൈസ് കാണാൻ വന്നത്. ബന്നി വേണം. ഈ സാധനം ഇത്രയും നേരം ഇവിടെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കരച്ചിലൊക്കെ തീരെ KFC വേണ്ടി വന്നു. കഴിക്കണോ? അയ്യോ, പറഞ്ഞതാണോടാ പ്രശ്നം? നീ കാണിച്ചതിൽ പ്രശ്നമില്ല. അല്ല, ഞാൻ പോയതിന് എന്താ നിനക്ക്? ഇതെന്താ പുലിവേട്ടയ്ക്ക് പോവാണ്? ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നേ. പാല് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടോ ഒരു മറക്ക്. മറന്നു പോകരുത്, അവസാനം കഴിക്കണം. അവസാനം ആൾക്കാർ എന്നെ പുലിവേട്ടയ്ക്ക് പിടിച്ചാക്കൂല്ലേ? ജന്നോട് ചോദിക്കാക്കോ പുലിവേട്ടയ്ക്ക് പോവാണ്. ഈ ഡോറം കിടക്കട്ടെ, തണുപ്പ് കയറുന്നു പണ്ടാരം. ഇപ്പൊ മൂഡ് ഓഫ് ആയതാണോ തണുപ്പ് അടിച്ചതാണോ? ഞാൻ ആലോചിക്കുവാണേ, നമുക്ക് മെകളിൽ പോയിട്ട് വണ്ടിക്കത്തന്നെ ഇരിക്കാം. അതെ, ഇവിടെ എങ്ങനെയാണെങ്കിൽ കൊടുങ്കൊടു തണുപ്പ്. നമ്മള് വന്നു എന്നുള്ളത് നാലാളെ കാണിക്കാം. കാണിച്ച പോരെ നമുക്ക് മതി. എക്സ്പീരിയൻസ് ചെയ്യണം നിർബന്ധമുണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞിന്റെ പേര് മല. അതെന്റെ KFC സ്ട്രിപ്സും
ചിപ്സ് കഴിക്കാൻ. എന്ത് മണമായിരുന്നു വണ്ടിക്കകത്ത് ഫുള്ളും. മാടി വിളിച്ചു. KFC കണ്ട് ഞങ്ങളുടെ കൺട്രോൾ തെറ്റിയാണ് ഗൈസ്. ഞങ്ങൾ കണ്ട പമ്പിലൊക്കെ ചവിട്ടി നിർത്തി. പമ്പ് എവിടെ എന്നായിരുന്നു. പിന്നെ വേറൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. ആകെ ഉദ്ദേശവും പറഞ്ഞതും ഒക്കെ KFCയെ പറ്റിയായിരുന്നു. ഇറച്ചിയെ പറ്റി. ചിക്കനാണ്. ഇങ്ങ് നോക്കിക്ക്, ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്ന ആളാ. അയ്യോ വേണ്ട, ഇനി ഞാൻ അവളെ കരച്ചിലിനെ കുറിച്ച് പറയുന്നില്ല. ഈ എപ്പിസോഡ് ഫുള്ള് ഇവിടെ കണ്ണീരായിരിക്കും. കരയാത്തത് നന്നായില്ല. ഇപ്പൊ ഈ കുഞ്ഞാണ് കരഞ്ഞത് ഫുള്ള്. അതെ അതെ, KFCക്ക് വേണ്ടി. ഒന്നും ജബൽ ജേസ് വ്ളോഗ് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റത്തില്ല. ഇത് KFC. അതെ. എടാ നിന്റെ പീസൊക്കെ നോക്കട്ടെ. ഞങ്ങക്ക് രണ്ടും, നിനക്ക് എത്രയാ നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ ഞങ്ങൾ നോക്കട്ടെ. ആ ബണ്ണെടുത്ത് പൊക്കിക്കേ. ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഒളിപ്പിച്ച പീസൊക്കെ പുറത്തെടുത്ത. കൊച്ചിന്റെ മാതാശ്രീ അവിടെ ഫുഡ് കഴിക്കണ തിരക്കിലായതുകൊണ്ട് ഞാൻ കൊച്ചിന്റെ കരച്ചിൽ മാറ്റാൻ ഇങ്ങോട്ട് വന്നു. ഇത് പമ്പിന്റെ അകത്താണ്. ഇതിനകത്ത് അത്യാവശ്യം റിഫ്രഷ്മെന്റിനുള്ള സാമഗ്രികൾ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ബേബിനെ ഇവിടെ കൊണ്ടുവന്നു. ബേബിക്ക് എന്താ വേണ്ടേ ബേബി? എന്താ വേണ്ടേ? ചോക്ലേറ്റ് വേണോ? അയ്യോ, കരച്ചിൽ നിർത്താൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് കൊച്ചുങ്ങളുടെ കരച്ചിൽ നിർത്താൻ അറിഞ്ഞൂടാ. ഞാൻ ഫെയിലായിപ്പോയി. ഇത് വേണോ ചോക്ലേറ്റ്? വാവി നോക്കടാ. ബേബി നോക്ക് ചോക്ലേറ്റ്. ഇത് കേൾക്കുന്നില്ല. അങ്ങ് നോക്ക്. ചോക്ലേറ്റ് എടുത്തോ. ഇതിനെന്തായാലും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഇവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ്, തണുപ്പിന് ഏറ്റവും ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാം, കുടിക്കാം. ഇവിടെ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. ഈ മെഷീൻ ഇങ്ങനെ ഗ്ലാസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്തുള്ള ഈ ഓപ്ഷൻസിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. കരയില്ല കേട്ടോ. വേണ്ട കരയുണ്ട്. നോക്കിക്കതാ. അയ്യാ, നമുക്കാദ്യം ഗ്ലാസ് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വച്ച് കൊടുക്കാം. കറക്റ്റ് അല്ലേ? ഓക്കെ. ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പോൾ അവർ കപ്പിൻ്റെ സൈസ് ചോദിക്കും. മീഡിയം കപ്പ്. ഇപ്പൊ വരും. ഇതെന്തോ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഇല്ലേ? വെള്ളം മാത്രം വരുന്നു. ചോക്ലേറ്റ് വിടറാ. അയ്യോ, ഇവള് കരച്ചു. നീ ഇങ്ങനെ ഒന്ന് കരച്ചു നിർത്തുമോ ബേബി? ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെറും പാല് മാത്രമാണ് വന്നത്. സോ ഇത് ഞാനിവിടെ വച്ചു. വേറെ നമുക്ക് എന്താ എടുക്കുക? വാനില, കാരമൽ, ചിൽഡ് ലാറ്റെ, ഫ്രഞ്ച് വാനില ലാറ്റെ എനിക്ക് ഇപ്പം തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഒന്നും എടുക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് ഫോണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ് ഈ വക സാധനങ്ങളൊന്നും. ഞാൻ ഹോട്ട് ചോക്ലേറ്റിന് വേണ്ടി മാത്രം ഇതിനകത്ത് കയറിയതാണ്. വരിയൊക്കെ എടുത്തു കൊടുത്തോ കൊച്ചിന്? രണ്ടെണ്ണമൊന്നും ഞാൻ വാങ്ങിച്ചിരത്തില്ല. ഒരെണ്ണൊക്കെ അതിന് മാത്രമൊക്കെയുള്ള ബഡ്ജറ്റിൻ്റെ ഉണ്ടെന്നൊക്കെ. രണ്ടെണ്ണത്തിന്റെ ബഡ്ജറ്റ് ഇല്ലേ? നീ കയ്യിൽ വിടരുത്. സജി മുതലെടുക്കുവാണല്ലേ. നമ്മളങ്ങനെ ചുരം കയറുകയാണ് ഗായ്സ്. എവിടെ ചുരം? എവിടെ?
മലയൊന്നും കാണുന്നില്ല. നേരം വെളുത്തിട്ട് നമ്മളെ കാണിച്ചു തരാം. ആക്ച്വലി 2 വശങ്ങളിലും മലയാണ് ദേശം മല. ആ വെളിച്ചം കണ്ടോ? അത് 3-ാമത്തെ 4-ാമത്തെ ഹെയർപിന്നിന്റെ ലൈറ്റ് കാണിക്കണ്ടായിരുന്നു. ഇടത്തോട്ടുള്ള എല്ലാ ലൈറ്റ് ഓഫായി. ശരി എന്നാ, അപ്പൊ ലൈറ്റ് ഉള്ളിടത്ത് കൊച്ചിന്റെ തല അറിഞ്ഞിട്ടില്ല. ഡ്രൈവറിനെ ക്ലോസിലെടുക്കട്ടെ. ഡ്രൈവർ കാണുന്നില്ല. ഒരു മിനിറ്റ് ഇവിടെ. ആ ഓക്കെ, നോക്കി ഓടിക്കണേ. ഞാൻ നിങ്ങളെ സേഫ് ആയിട്ട് മേലെത്തിക്കും. 2 അർത്ഥമുണ്ട് സേഫായി മെഗലെത്തിക്കുന്ന് പറഞ്ഞേന്. എങ്ങനെയുണ്ടായി ഈ അഡ്വഞ്ചറസ് റൈഡ്? ഇഷ്ടപ്പെട്ടോ? ഇനി മേൽ ഞങ്ങൾ പറയാം അഡ്വഞ്ചറസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ടിലെ സീറ്റിൽ ആളില്ല ഗൈസ്, ബാഗ് മാത്രമേ ഉള്ളൂ. ആരെങ്കിലൊക്കെ കൂട്ടായിരുന്നു ഫ്രണ്ടിലിരുത്താൻ. ഒരിക്കൽ കൂടെ പറഞ്ഞു എടുത്തില്ലടാ വിശക്കുപ്പി. ആരെങ്കിലൊക്കെ കൂട്ടായിരുന്നു ഫ്രണ്ടിൽ എടുത്താൻ. ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ബേക്കിലായി പോയെന്നല്ലേ ഉള്ളൂ. നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കയറുന്ന സ്ഥലത്ത് 1, 2, 3, 4, 5 ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഇറങ്ങി ഇവിടുന്ന് ചായയോ കാപ്പിയോ ഗ്രില്ലോ, ഗ്രില്ലെന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്യാനും പറ്റും. അവർ ചെയ്തതുണ്ടെങ്കിൽ അത് ആരാധന അവര് ചെയ്തും തരും നമുക്ക്. ഇവിടെ നമുക്ക് ഗ്രില്ലടാ, ഗ്രില്ല് ചെയ്ത് തരും. അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അറിയില്ലല്ലേ. പിന്നെ ബാക്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ടെന്റ് ഒക്കെ അടിച്ച് കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ പോലെ. കൊറേ ആൾക്കാരെന്ന് പറയുന്നത് അല്ലടാ, ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ നിർത്തിയത് എന്ത് കണ്ടിട്ടായിരുന്നു? ഇവിടെ ഭയങ്കര മിനുമിനാന്നുള്ള വെളിച്ചം കണ്ട് ഇറങ്ങിയതാ. പക്ഷെ നമ്മൾ കാലെടുത്ത് കുത്തിയതും അവരതൊക്കെ ഓഫാക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ലൈറ്റ് കണ്ടിട്ട് ഇറങ്ങിയതല്ല കേട്ടോ, ഈ സാധനം കണ്ടിട്ട് ഇറങ്ങിയതാ. അയ്യോ, എന്റെ മറ്റേ ഫോൺ എടുത്തിട്ടെങ്കില് ഇത് നമുക്ക് വാങ്ങിച്ചു തിന്നാലാ? ഇഷ്ടംപോലെ ഷുഗറാന്ന് പറയുന്നത് ഫുള്ള് പഞ്ചാരയാണ്. ഇതുവേ പഞ്ചാര ബ്രോ. തണുപ്പ് വരണമെന്ന് തോന്നുന്നു. അക്ഷരമൊക്കെ മാറിപ്പോ. പിന്നെ ഇവിടെയുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ദൂരം നിന്ന് കണ്ടപ്പോൾ, ഈ ദൂരം നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നേ? ഞാൻ വിചാരിച്ച മറ്റേ ആ ഗ്ലാസ് ഇങ്ങനെ എന്തൊരു സാധനം എറിഞ്ഞു വീഴ്ത്താന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴത്തേക്കും സാധനം അതല്ല. ഞാൻ പറഞ്ഞതാ, ഇവരിരുന്ന് കുശലം പറയുന്നുണ്ടോ, നമ്മളിരുന്ന് പറയുന്ന ഇത് ആക്ച്വലി നൂഡിൽസ് ആയിരുന്നു, കപ്പ് നൂഡിൽസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇതെല്ലാം അകത്തായിരുന്നു. ഇത് അവർ വെളിയിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഇന്ന് ഫ്രൈഡേ അല്ലേ? ഞാൻ എടുത്താലോ? ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇന്ന് മുതൽ ഇവിടെ വീക്കെൻഡ് ഓരോരോ ഷാർജയിലുള്ള ആൾക്കാർക്ക് ഇന്നാണ് വീക്കെൻഡ്, ദുബായ്ക്കാർക്ക് നാളല്ല മറ്റന്നാളാണ്. അപ്പം കൂടുതൽ ആൾക്കാരും ഇവിടെ ക്യാമ്പിങ്ങിന് വരുന്നുണ്ട്. എനിക്കാകെയുള്ള സങ്കടം ഈ മല നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ്. ഇത് മലയാണ് ഗൈസ്. ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് ഇപ്പം ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇത് ഇനിയൊരു 3-4 ഹെയർ പിൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ ഹെയർ ക്ലിപ്പ് പോയിട്ട് ഒന്നുമില്ലടാ. ഇതെന്താ ഇങ്ങനെ നടക്കുന്നേ? തടുക്കുന്നു ഇപ്പോഴേ ഇങ്ങനെയാ. അപ്പൊ ഇതിന്റെ മണ്ട കയറുമ്പോൾ അവസ്ഥ എന്താ? എന്റെ ബാഗിൽ 1000ന്റെ നോട്ടുകളാ. കണ്ടോ, ഇതുപോലത്തെ ഒരു തന്തയാണ് നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നാട് പറഞ്ഞോടും മലപ്പുറം സൈഡിൽ മലപ്പുറം സൈഡ് തേരയാ. പെരിന്തൽമണ്ണയിലോ ഈ തന്ത ഫ്രം മലപ്പുറം. എന്താണ് പ്രശ്നം? തള്ള ഇവിടെ കറങ്ങി നടക്കുന്നു. നല്ല തന്തയാന്നാ പറഞ്ഞു. അപ്രസിയേഷൻ ഇഷ്ടമല്ല തോന്നുന്നു. കുഞ്ഞിനെ കരയാണ്ട് വെച്ചല്ലേ? ഉറങ്ങിയതിന് ശേഷം അങ്ങോട്ട് തന്നതല്ലേ, അതുകൊണ്ടല്ലേ കൊച്ചു കരാണ്ടിരിക്കുന്നത്. ഉണർത്തിട്ടങ്ങ് തരട്ടെ. ഉടനെ നന്മ മരവായി കേട്ടോ.
മാറങ്ങോട്ടെ അടക്കട്ടെ ഞാൻ. ഇന്ന് ആരാ ബാങ്ക് തുറക്കാൻ പോണേ നമ്മള്? എന്തടാ ബാങ്ക് ഓ പൈസ കൊടുക്കണം. ചെറുക്കൻ കാത്തിക്കുന്നു. കൊടുക്ക. നീ കൊടുക്കുന്നു. എൻ്റെ മൊത്തം 1000-ന്റെ കെട്ടുകളാ. തുറന്നു എടുക്ക്. എൻ്റെ ബാഗ് ഫ്രണ്ടിലാണല്ലോ. അയ്യോ എന്റെ കൊച്ചണേറ്റ്. സോറി, ഇതിവിടെ വെച്ച് കട്ട് ചെയ്യുന്ന കാര്യം സിനിമ മുകളിൽ വെച്ച് കാണാം. അവസാനം എത്തിയിരിക്കുകയാണ്. അവസാനം എങ്ങനെയുണ്ട്? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അല്ലല്ലോ, അതല്ലല്ലോ പറയേണ്ടത്. അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ജബൽ ചേസിന്റെ എൻഡിലെത്തിയപ്പോൾ ഇതാണ് ഞങ്ങൾക്കിവിടെ സംഭവിച്ചത്. എനിക്ക് കോച്ചുവാദം പിടിച്ചു. മുന്നോട്ട് നീങ്ങുന്നില്ല. വണ്ടി ഇവിടെ വരെ വരത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ കറങ്ങി ഇതിൽ കൂടെ പോവേണ്ടി വരും. അങ്ങോട്ടെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ വണ്ടികൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവരവിടെ ടെൻ്റൊക്കെ ഇട്ട് ബാർബിക്യൂ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ ഇരിപ്പുണ്ടേ. നടക്കണം മിസ്റ്റർ. പിന്നെ ഇവിടെ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ സ്റ്റാർസ്. അയ്യോ സ്റ്റാർസ് കാണുന്നില്ലേ? അയ്യോ കാണുന്നില്ലേടാ പണ്ടാരം. ഇപ്പൊ കാണുന്നു. യെസ്, ഈ മിന്നി തിളങ്ങുന്നതൊക്കെ സ്റ്റാർ ആണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും അധികം സ്റ്റാറിൻ്റെ കാണുന്നത്. ഇടയ്ക്കൂടെ കുറച്ച് പ്രാണികളൊക്കെ പോകുന്നുണ്ട്. അതാരും കണ്ടിട്ട് കാര്യമൊക്കെ തണക്കിരിക്കുക. അങ്ങറ്റെത്തോ? എത്തോടാ? എത്തുമോ നിങ്ങൾ? കണ്ടറിയാം. എടാ വായിന്ന് പുക പോണോ നോക്കിക്കേ. ഒന്നുകൂടെ വിട്ടേ. ഇല്ല, എന്നോട് അവിടുത്തെ കഫ്തീരിയിലെ ചെക്കൻ, അല്ല നേരത്തെ ഇറങ്ങിയ ഷോപ്പിലെ ചെക്കൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് തണുക്കുന്നില്ലേന്ന്. ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് അപ്പൊ ഞങ്ങള് കണ്ടോ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നോർമലായി നടന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റും. ഫ്രണ്ടിലോട്ടുള്ളൊന്നും കാണുന്നില്ല ടോർച്ചിന്റെ വെളിച്ചത്തിൽ. ഒരു ഊഹം വെച്ച് നടക്കുക. ഇങ്ങോട്ട് മാറിക്കൊടുക്ക എന്റെ പൊന്നെ. അവസാനം തന്നെ, അവസാന ദിവസമായാലേ. ഞങ്ങൾക്കൊന്നും പറ്റില്ല, വിട്ടോളൂ. ഇവിടത്തെ ഇപ്പോഴത്തെ തണുപ്പെന്ന് പറയുന്നത് എന്റെ പൊന്നെ ഓക്കെ 11 കാണുന്നുണ്ടോടാ? ഉണ്ടടാ. ഓക്കെ, അപ്പൊ റാസൽ കൈമ 11 ഡിഗ്രി. ഞാനിത് പറഞ്ഞല്ലോ, ഈ ആഴ്ചയിൽ 3ാമത്തെ വട്ടം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ആരുമില്ലടാ, നീ ക്യാമ്പിംഗ് ഉണ്ട് കണ്ടോ. 3ാമത്തെ പ്രാവശ്യം വരുന്നത്. ഫസ്റ്റ് വന്ന സമയത്ത് പക്ഷെ ഇതാണ് 9 ഡിഗ്രി ആയിരുന്നു. അല്ല 9 ഡിഗ്രി ആയിരുന്നു. 2ാമത്തെ പ്രാവശ്യം വന്നപ്പം 15 ആയിരുന്നു. ഇപ്പം 11. പക്ഷെ നമ്മള് ദുബായിന്ന് നിങ്ങൾക്ക് എന്റെ കൂടെയുള്ള ചെയ്ത ഈ വ്ളോഗെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ പറയാമോ? ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങള് കണ്ടിട്ടില്ല എന്നൊക്കെ. ഇതിന്റെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ക്യാമ്പടാ കുട്ട. നീ എന്തിങ്ങനെ? നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ സുണ്ണാപ്പി സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ആദ്യം നടക്കും. നീ എന്ത് മമ്മൂട്ടി മറ്റേ ഇതില് നടക്കുന്ന കണക്ക് സേതുരാമയ്യർ കളിക്കുന്നു. എനിക്ക് മറയ്ക്കാനൊന്നുമില്ലല്ലോടാ, ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാന്നൊക്കെ. എനിക്ക് കയ്യില്ല. എഡിറ്റിങ്ങിന്റെ ഇടയിൽ നീ ആ മ്യൂസിക് ഒക്കെ കയറ്റിയാ മതി. നീ ഇങ്ങനെ നടക്കുമ്പം CBI ആരടാ എന്നെ പേടിപ്പിച്ചെന്തിന്? ഞാൻ കരുതി ആരോ കൊല്ലാൻ വരുന്നെന്ന്. ഞാൻ വിചാരിച്ചു അവിടെ മഞ്ഞ് പോകണം. അവര് തീ കത്തിച്ചിട്ടിരിക്കുക. അവര് കത്തിച്ചതാ. ശരി, നമുക്ക് ആ മൂലയ്ക്ക് പോയിട്ട് ഇതിന്റെ ഡെഡ് എൻഡ് കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റാസൽ ആവരുത് കേട്ടോ. എൻഡിൽ പോയിട്ട് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ അവസാനമല്ലെങ്കിൽ ഞങ്ങളെ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
ഇല്ലെങ്കിൽ ഞങ്ങളുടെ പടം ആരെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ ശരിക്കും ജബൽ ജയ്സിലെ ഈ കഴിഞ്ഞ ഈ ഡിസംബറിൽ 2 പേരാണ് മരണപ്പെട്ടത്. എന്നാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്കൊരു കുഞ്ഞാവേ ഉള്ളതാന്ന് എനിക്ക് അതിനെ നോക്കണം. അതിലൊരു മലയാളിയുണ്ട്. നീ പൊക്കോ, നിന്റെ വീടും നെഗറ്റീവ് പറയാന്ന് ഞാൻ എടുത്തോളാന്നൊക്കെ. സോയിനെയും അതാര് പറയും? എന്റെ കൊച്ചിന്റെ ഒക്കെ നന്നായിട്ട് നോക്കണേടാ. ഓടാ ശരി, പോയിട്ട് വാ. ഞാൻ ഇവിടെ നിൽക്കാം. ബൈ ബൈ. മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ അതോട്ട് ചാടിട്ടൊക്കെ. ഇല്ല, ചെറുക്കൻ എവിടെയാടാ? അത് തിരിച്ചു കെട്ടിയും ഒരു കുട്ടിയും ഉണ്ട്. അതെവിടെ? അത് തിരിച്ചു പോയി. ഭയങ്കര തണുപ്പടാ. ഞാൻ പോയി വണ്ടി ഇരിക്കാം, നിങ്ങൾ അറ്റം കണ്ടിട്ട് വാന്ന് പറഞ്ഞു. കറക്ക് ബാ. നിന്റെ ഷോൾ നിനക്ക് ഇങ്ങനെ ഇടാമായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഇട്ടിരിക്കുന്നേ? ആണല്ലേ, പക്ഷെ ഞാൻ തലയിൽ കൂടെ കിട്ടു, നീ അതിട്ടില്ല. നിനക്ക് തല തണുക്കുന്നില്ലല്ലേ? തല നിറയെ മുടിയുള്ളവർക്ക് തണുക്കില്ലെന്ന് എനിക്ക് നീങ്ങുന്നില്ല. ഇവളെന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ചെവി കേൾക്കുന്നില്ല. അല്ല, അങ്ങോട്ടേ ഒരു ട്രാൻസ്ഫോമർ, അതെന്തുവാ സാധനം? ട്രാൻസ്ഫോമർ പോലെ അത് നോക്കാൻ നമുക്ക്. ജനറേറ്റർ ആണോ? നീ പറഞ്ഞൊക്കെ സത്യമാവും. ജനറേറ്റർ ഉണ്ട്. അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പം നമ്മൾ പറയുന്നത് കേൾക്കത്തുണ്ടാവില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇപ്പോൾ എത്തിയതിന് ശേഷം അവിടെ നിന്നുള്ള ഒരു നൈറ്റ് വ്യൂ കാണിച്ചു തരാം ഗേസ്. ഇവിടെ എനിക്ക് തോന്നുന്നു യു എയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ 80% ആൾക്കാരൊക്കെ ജബൽ ജയ്സിൽ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇത് ഞങ്ങൾ യു എക്കാരുടെ ഊട്ടിയാണ് ഗൈസ്. ഊട്ടി, കൊടൈക്കനാൽ ഒക്കെ. ജബൽ ഹഫീത്തും ഉണ്ടോ? അതെ. പിന്നെ ജബൽ ഹഫീത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. താഴെ അതിന്റെ പാർക്കുണ്ട്. ആ പാർക്കിൽ ചൂടുവെള്ളം എപ്പോഴും ഉണ്ടാവും. ആണല്ലേ? അറ്റ്ലീസ്റ്റ് കാലെങ്കിലും ഇട്ട് കാലിനെങ്കിലും ചൂടിപ്പിക്കാം. പക്ഷെ ഇത്രയും ഈ തണുപ്പുണ്ടല്ലോ. ഞാൻ ലാസ്റ്റ് ടൈം ഊട്ടിയിൽ പോയപ്പോൾ ഉള്ള മസനഗുഡി വഴി ഊട്ടി പോയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റ് ടൈം ഊട്ടി പോയപ്പോഴത്തേക്ക് എനിക്ക് തണുപ്പൊന്നും കിട്ടിയില്ലായിരുന്നു. അതിലുണ്ടായിരുന്ന ആ കരിങ്കുരങ്ങ് ഞാനല്ലാന്നൊക്കെ. ബാ നമുക്ക് അറ്റം പിടിക്കണ്ടേ? ഇതാരും ഞെക്കും? ഫ്രണ്ട് ഒന്ന് ഞെക്കിക്ക്. എന്തോ ഞെക്കണ്ടേ? സ്റ്റോപ്പ് ആക്കേ. ഒന്നുകൂടെ ചോദിക്കട്ടെ. ഞെക്കാൻ മറന്നുപോയി. വിരട്ടിപ്പറ. എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ഹില്ല് നിൽക്കുമ്പോൾ? അഭിപ്രായമല്ലേ? അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല, എനിക്ക് അഭിപ്രായം. മുട്ടയിന്ന് വിരിഞ്ഞത് കണക്കുണ്ട്. ഞാൻ ചന്ദ്രനിന്ന് വന്ന ബന്ധുവാ. ഇപ്പൊ ഈ ഭൂമിയിലേക്ക് വന്ന് പതിച്ചതേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ ക്ലിഞ്ഞോപാറ്റകളെ കാണുന്നു. ഞങ്ങള് ചന്ദ്രനിൽ താമസിക്കുന്ന ആൾക്കാർ നിങ്ങളെ മനുഷ്യരെന്നല്ല വിളിക്കുന്നത്, ക്ലിഞ്ഞോപാറ്റകളെന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഏലിയൻസ് എന്നല്ല വിളിക്കുന്നത്. അതുപോലെ ഞങ്ങൾ ക്ലിഞ്ഞോപാറ്റകളാണ്. നിങ്ങൾക്കൊക്കെ നമ്മൾക്കൊക്കെ സുഖല്ലേ? ആ സുഖാണ്. അതെ, ഈ മണ്ടയിൽ കേറിയപ്പോ ഇപ്പൊ സ്റ്റാർസ് ഒക്കെ കാണുന്നുണ്ട്. കുഴിയുണ്ട്. ഇതെന്താ ഇവിടെ ആരെങ്കിലും മൂത്രം വെച്ചാ? അല്ല, ഇപ്പോൾ ഒരു വെയിലേക്ക് കെട്ടിയിട്ടുണ്ട്. ബട്ട് അതാണ് വ്യൂ. അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ അവിടെ ജനറേറ്റർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് കാരണം അങ്ങോട്ട് പോയില്ല. ഇത് അതെ, ഇവക്ക് ഭയങ്കര പേടി. ഇവളെ പേടി കാരണം മാത്രമാണ് ഈ ഒരു വേലിക്ക് അപ്പുറത്ത് അല്ല ഇപ്പുറത്ത് നിന്ന് ഞങ്ങൾ ഈ ഒരു വ്യൂ കാണുന്നത്. എന്റെ ഗ്രഹത്ത് നിന്ന് ഗ്രഹമാണോ ഗ്രഹത്ത് നിന്ന് മറ്റേ സംഭവം വരുവാണെങ്കിൽ അതിൽ കയറി ഇരുന്ന് ഞാൻ പോയെ. എടാ, അവിടെ തീ കത്തുന്നു. അവിടെ ആരോ. ഞാനല്ല എവിടാ? താഴെ. അത് തീയൊന്നുമല്ല, നിന്റെ ഫ്ലാഷ് ലൈറ്റാ. ഒരിക്കലും ഇല്ല. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അവിടെ ആരോ തീ കത്തിച്ചിട്ട് ഇരിപ്പുണ്ട്. ശരിയാ, ഇരിപ്പുണ്ട്. ഇവിടെ ആൾക്കാര് ഉണ്ടെന്നുള്ള കാണുന്ന തന്നെ അവിടെ ഇച്ചിരി പോലും തിരിവെളിച്ചം. നമ്മൾ ഇന്ന് തീപ്പെട്ടി എടുത്തില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് തീപ്പെട്ടിയും കൊണ്ടുവരും. കത്തിച്ചിട്ടേ പോകത്തുള്ളൂ. എന്ത് വിറക് അല്ലാതെ എന്ത്. നെക്സ്റ്റ് ടൈം ഇവിടെ ക്യാമ്പ് ഫയർ വേണോടാ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കൂടെ കുട്ടിയും പട്ടിയൊക്കെ എടുത്ത് ചട്ടിയും പെട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളെ കൂടെ ക്യാമ്പ് ഫയറിലോട്ട് വീഴാനേ. എന്നാൽ എന്താ
അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി അല്ല താങ്കൾ പറയും എന്താണ് ഞാൻ മിക്ക കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. എന്താലേ ഇപ്പൊ ഞാൻ എന്താലേ എന്നാലും എന്താണ് പറയാം. ഞാൻ ആക്ച്വലി ഇവള് വരണമെന്ന് ഇവള് എന്നെ വിളിച്ച് പറഞ്ഞത് 8:30 മണിക്കാണ് ഷാർജയിൽ നിന്ന് എഴുന്നള്ളുന്നത്. ആകെ നമ്മള് ദുബായിൽ നിന്ന് ഷാർജയിലിട്ട് പോകാനായിട്ട് ഒരു 35-40 മിനിറ്റ് മാക്സിമം. ഇവള് എന്നെ 8:30 വിളിച്ചിട്ട് ഇവള് വന്ന് എത്ര മണിക്കാന്ന് പറയാം? 10:45. അതെന്തായിരിക്കും ഒലക്ക. എന്നിട്ട് എന്നോട് പറയില്ല മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാണെന്ന്. ഇതിന് മാത്രം മൂത്രം എവിടെ പിന്നെ കുറച്ച് ട്രാഫിക്, കുറച്ച് മൂത്രം, കുറച്ച് അവിടെ മഴയുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്കൊക്കെ ഇവളാ പെയ്യിപ്പിച്ചത്. ഇല്ല ഞങ്ങളെ വണ്ടിയിൽ. എന്നിട്ട് നമ്മള് ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ ജബിൾ ചീസ്. അപ്പൊ തന്നെ പുറപ്പെട്ട് കളയാന്ന് പറഞ്ഞു പുറപ്പെട്ട് വന്നു. ബട്ട് കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻസ് ഒക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഞാൻ വിചാരിച്ചില്ല 2 ദിവസത്തിലൊരിക്കൽ ഞാൻ ഇങ്ങനെ ജബിൾ ചീസ് ചാടാൻ തോന്നിയാ ഇപ്പൊ ചാടും, പിന്നെ ചാടാൻ തോന്നി പിന്നെ ഞാൻ ചാടില്ല. ഇവിടെ മുഴുവൻ മൂത്രം. ഞാൻ അതല്ല ഞാൻ സോറി യൂറിൻ സ്റ്റാൻഡേർഡ് ഇടുന്നു മകളിൽ ഉയർത്ത്. ആരും തള്ളിയില്ല, നീ സ്വയം തള്ളിയതാ. കാറ്റാ അതെ, ഒരു കാറ്റ് ഫുള്ള് എന്റെ രോമങ്ങളൊക്കെ എണീറ്റിരിക്കും. രോമാഞ്ച ഖഞ്ചോ. നീ അല്ലേ ലേസർ ചെയ്തിട്ട് ഇതൊന്നും ഇല്ലല്ലോ തനിക്ക്. ചെയ്തിട്ട് 3 മാസമായി പണമ്പളെ. ഇന്ന് പോയപ്പോ അവരെന്നെ ചീറ്റി. അവരെനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നില്ല. മൂക്കൊക്കെ വലിക്കാൻ തുടങ്ങി. അയ്യോ എന്റെ കൈ കടയുന്നു. നമുക്ക് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടെന്ന് ഒന്ന് ആലോചിക്കട്ടോ. എവളെ ചാനൽ ഏതാണ് അത് നോക്കിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടണം. മേലെ അവിടെ കണ്ടുവരുത്. ഇത്രയും നാള് ഹെജന്റെ വീഡിയോക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല. പിശാചിനോട് അങ്ങനെയൊന്നുമല്ലടാ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണ്, വെറും കുതിരയാണ്. അല്ല ഗൈസ്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല ഒന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. എടാ ഇത് ആക്ച്വലി ഇത് ഓടുന്നുണ്ടോ? ഞാൻ പറയും ഇതല്ല ഇതിനേക്കാൾ ഡീസന്റ് ആണെന്നൊക്കെ. എടാ ഇച്ചിരി ഞൊക്കടാ എന്റെ കൈ വേദനിക്കണടാ. എവിടെ? ഓ ഇതിൽ ചെക്കാൻ ഞാൻ അങ്ങനെ ഒന്ന് വീഴും കേട്ടോ. വേണ്ട, ഞാൻ ബാക്കിലോട്ട് പോവാ. എന്നാ കുറച്ചേരം നീ എന്നെ പിടിച്ചോ. പറ ഒന്നുമില്ലടാ പറയാ. രമണി എന്തോ എടാ നമ്മളെ തിരക്കി ആള് വരും കേട്ടോ. നമ്മള് കൊക്കയിലോ കുളത്തിലോ ഒക്കെ ഏറിപ്പോയി കഴിഞ്ഞാൽ ഈ കുണ്ടില് വീഴും. ഇതേ വീണ് കഴിഞ്ഞിട്ട് എന്ത് കാര്യം? കൊറേ മൂത്രം പിരളും അത്ര. വന്നേ എടാ അവിടെ കുഴി കേട്ടോ. ഇവിടെ വീണാൽ നല്ല രസമായിരിക്കും. ഇവിടെ പണ്ട് വെള്ളം പോയിക്കൊണ്ടിരുന്ന നദിയാണോ കിനാരമാണോ എന്നൊന്നും അറിയാൻ വയ്യ ഗൈസ്. ഇത് ഓടാ, വെറും ഓടാ. ഓടേ വേണ്ട അതായിരുന്നു പറയേണ്ടിയിരുന്നു. അപ്പോ എന്റെ ചളികൾ അഥവാ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മൾ ഇതുപോലെ നമ്മളെ ടെൻ്റൊക്കെ അടിക്കും അല്ലേ? അടിക്കും ഇവിടെ അടിക്കും. അതെ, ടെൻ്റ് അടിക്കും. എന്താടാ ശ്വാസം തണുപ്പ് പുറത്ത് വിടുവോ? വേണ്ട ഉള്ളിൽ. എന്നിട്ട് പുറത്ത് പോകുന്നുണ്ടോ? ഞാൻ കാർ എടുത്ത് പോയിട്ടുണ്ടാവില്ല. അവിടെ തീയങ്ങാണ്ട് ഇട്ടെന്ന് തോന്നുന്നു. ആ തീ കായുന്ന മനുഷ്യൻ കൂടെ വന്ന ഹെസലിനും നൈറയുമാണോ? നുമ്മുമാണോ? ഹെസലിൻ നൈറ, അവളെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞു. നമുക്ക് നേരം വെളുക്കണം കൂടെ കാണിച്ചിട്ട് പോവാല്ലേ? എടാ കുട്ട, ആ വണ്ടി തട്ടി നിനക്ക് മരിക്കണമെന്നുണ്ടോ? അത് അത്ര എക്സ്പെൻസീവ് വണ്ടിയാന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വണ്ടി അതാ നോക്ക്, ബാക്കി നമുക്ക് പിന്നാലെ. റോൾസ് റോയ്സ് അല്ല എന്തായാലും. എന്താ വേണ്ട, ഞാൻ സൈഡിൽ കൂടെ പോവാം. മിനിമം ഒരു റോൾസ് റോയ്സ് എങ്കിലും. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ആണ്. അല്ലെങ്കിൽ അതായാലും മതി. വലിയ വലിയ മ്ലേച്ഛമായ ആഗ്രഹങ്ങളൊന്നും. ബ്യൂട്ടിഫുൾ പീപ്പിൾ. സ്റ്റാർ നിങ്ങൾക്ക് കാണുന്നില്ല ഗൈസ്, പക്ഷെ നല്ല സ്റ്റാർ ഉണ്ട്. എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയോ? ചെറുതായിട്ട് നേരം വെളുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെളുത്തു വരുന്നടാ. പക്ഷെ എവിടെന്നാണ് മനസ്സിലാവുന്നില്ല. വരുമ്പോ അറിയാലോ. അതെ, ഇപ്പം വെളിച്ചം വെച്ച് റെസ്റ്റ് എടുക്കാം. അതൊന്ന് ഓഫ് ചെയ്തോ. വെളിച്ചം വെച്ച് വരുന്നുണ്ട് ഗൈസ്. റെസ്റ്റ് കൊടുക്കാം. വായിക്കാണോ റെസ്റ്റ് കൊടുക്കണ്ടേ? ഓക്കെ, നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഇതല്ലടാ നമ്മളെ വണ്ടി. ആള് മാറിപ്പോയി. ഇവളാരാണ്? നമുക്ക് പോവാൻ പറ്റും. ഇതല്ലേ നമ്മുടെ വണ്ടി? ആണ്. അവരുറങ്ങി. ഉറങ്ങട്ടെ.
എന്റെ മണ്ടിക്കിരുന്നാലോ? അത് അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ കാണാതെ ഉറങ്ങുന്ന ചെറുക്കനല്ലല്ലോ. ചെറുക്കൻ വഷളായോ? ഇല്ല കേട്ടോ, കണ്ണും നിറഞ്ഞില്ല. എന്റെ മണ്ടക്കറി ഇരിക്കാൻ പാ. നിന്നെ ഞാൻ എടുത്ത് പൊക്കിയിട്ട് അതിനുശേഷം ഞാൻ ഇരിക്കും. ആ ചിരി ഇതിൽ കിട്ടിയില്ല മിസ്റ്റർ. ഒന്നും കൂടെ ചിരിക്കൂ. ഇങ്ങനെയാന്ന് ചിരിക്കുന്നേ. എന്ത് രസമാ കാണാൻ ഗൈസ്. എടാ ബീ, നമുക്ക് ഇങ്ങനൊരു ഇതെടുക്കാം. തമ്പനയിൽ വെക്കണ്ടേ? എങ്ങനെ ഇങ്ങനെ മതിയോ തപ്പനയില്? ഞാനും എൻ്റെ ആളും 40,000 ആൾക്കാർ ഇവിടെ സൺറൈസ് കാണാൻ നിൽപ്പുണ്ട്. വെരി ഹെവി. വി കാണ്ട് ടോളറേറ്റ് ദിസ്. കാറ്റാണ്, തണുപ്പിനേക്കാള് ഭയങ്കര പ്രോബ്ലം കാറ്റാണ്. എന്റെ ഫോണ് പൊട്ടിരിക്കുന്നുണ്ട്. എന്റെ മൂക്കിൽ ആരോ ഇടിച്ചു കണക്കുണ്ടല്ലേ. ഇതിനിടയ്ക്ക് എന്റെ ഫോണൊന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു, പൊട്ടയും ചെയ്തു. ഫോണല്ല പൊട്ടിയത്, സ്ക്രീൻ ഗാർഡാണ്. മറ്റേ തട്ടത്തിൻ മറയത്തിൽ ഐശ്യന്റെ പോലെ എന്റെ മുടി പറന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ തട്ട പിന്നെ തലേ കിടക്കാതുണ്ട്. തട്ടം പറക്കുന്നില്ല, മുടിയൊക്കെ ചെറുതായിട്ട്. അല്ല കേട്ടോ, ഞാൻ ഐശ്യ പോലെ ഉദ്ദേശിച്ചത്. ഇനി അവന്റെ പേരിൽ എല്ലാരും പോകാനിട്ടത്. എല്ലാരും ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ വരെ ചെയ്തത്. കൊടും തണുപ്പിൽ ഞങ്ങൾ എന്താണെന്ന് അറിയോ? അപ്പൊ നമുക്ക് സൺറൈസിന്റെ എവിടെയോ സൺറൈസ് ആയിട്ടുണ്ട്, പക്ഷെ സണ്ണിനെ ഇങ്ങോട്ട് കാണുന്നില്ല. എന്തൊരു പരപരം. എവിടെയോ ഉദിച്ചിട്ടുണ്ട്. അയ്യോ ധാരാ എനിക്കിവിടെ വേനിക്കുന്നു. കോച്ചി പിടിച്ചിവിടെ കോച്ചിപ്പിടുത്തം. ആള് കുറവന്നൊക്കെ പ്രതീക്ഷിച്ചു. ജനക്കൂട്ടം എന്നൊക്കെ പറയാൻ ഞാൻ നാവ് വളച്ചതായിരുന്നു. ഓ, കൂട്ടം കുറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ആ എൻഡിൽ എവിടെ ഇവിടെ കുറെ ആൾക്കാർ കാണുന്നില്ലേ? അവിടെ കുറെ ആൾക്കാർ പോയി നിൽക്കുന്നുണ്ട്. അവരുടെ വിചാരം അവർക്ക് ഫസ്റ്റ് കാണാൻ പറ്റുമെന്ന്. എല്ലാവർക്കും ഒരു സൂര്യൻ തന്നെ മിസ്റ്റർ. അതെ, നമ്മൾക്ക് ഇത്രയും വെളുപ്പുണ്ടായിരുന്നു. സൂര്യനിൽ നമ്മൾ വെട്ടിത്തിളങ്ങുന്നു. ഞാൻ മുടിയെടുത്ത് ഇത് അറിഞ്ഞെങ്കിൽ നമ്മള് എല്ലാ ദിവസവും ഇതേ സമയം എനിക്ക് വീഡിയോ ചെയ്യും. നല്ല ലൈറ്റിംഗ്. നമുക്കൊരു റീൽസ് എടുത്താലോ? പറ്റിയ അവസരം. സൂര്യൻ ഉദിച്ചു പാ. അതെ, ഉദിച്ചു. സൂര്യൻ ഉദിച്ചു ഗൈസ്. അതെന്തായിരുന്നു? ഞാൻ പറഞ്ഞു ഇതാണ് വ്യൂവേഴ്സ്. വ്യൂ കാണാൻ വന്ന വ്യൂവേഴ്സ്. സൂര്യൻ ഉദിച്ചു ഗൈസ്. ബാക്കിൽ കണ്ടില്ലേ? ഇത് സൂര്യൻ. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, ഇതൊക്കെ തന്നെയാണ്. ഇതിനപ്പുറം എന്തോ കാണിക്കാനാ? സൂര്യനെ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട്. നേരം വെളുക്കണമെന്ന് നിൽക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. നേരം വെളുത്തു, നേരം പരപരാന്ന് പിളർന്നു. ഇനി കൈയും കാലും ഒന്നും അനക്കാൻ വയ്യ, ഫീൽ ചെയ്യുന്നില്ല. തണുത്ത് കോച്ചിരിക്കുകയാണ്, മടക്കാൻ പറ്റുന്നില്ല. അല്ല സോറി, നിങ്ങൾക്കൊരു ഐസ് ടീ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു നല്ല പച്ചവെള്ളത്തിൽ കൈ മുക്കിയാൽ മതിയെന്ന്. നിങ്ങൾ കോൾഡ് കോഫി ഹോട്ട് കോഫി ഇട്ടിട്ട് ഞങ്ങളെ കയ്യിൽ കൊണ്ടുതരാം. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കപ്പിൽ പിടിച്ച് നിന്നാൽ മതി, കോൾഡ് കോഫി ആയിക്കോളും. ആ പരുവത്തിനായിട്ടുണ്ട് ഗൈസ്. മൂക്കൊലിക്കുന്നു. സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണെങ്കിലും നമ്മൾ അറിയുന്ന ആൾക്കാരല്ലല്ലോ ഇത്. അല്ല, ഞാനല്ല. എന്തിടാ ടിക്ടോക്ക് സ്റ്റാർ നമ്മളെ? എന്നെ ആര് പറഞ്ഞു? അവര് പറഞ്ഞു. ഞാൻ മുഖം പൊത്തിട്ടു. അയ്യോ അണ്ണാ, നിങ്ങളല്ല. നമ്മൾ മുഖം പൊത്തി വന്നാലും തിരിച്ചറിയുന്ന പോലെ എൻ്റെ ആരാധകർ എന്ന് പറഞ്ഞു എന്നൊക്കെ
പറ്റാഞ്ഞിട്ട അങ്ങനെ അവര് പറയാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഗൈസ്. അവസാനം കൊക്കയിലോട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം പറഞ്ഞ കണക്ക് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലത്തെ ടെൻ്റൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും. ഈ കളർ വേണ്ടതോ? അല്ല, നീല മതി. നമുക്ക് പച്ച. നീല. എനിക്ക് പച്ച. എനിക്ക് നീല. എനിക്ക് പച്ച. ഇതെന്തോല്ലേ ഞാൻ നീല. ഓക്കെ, അപ്പോൾ നമുക്ക് എവള കെട്ടിയവനും കുട്ടീനൊക്കെ എണീപ്പിച്ചിട്ട് അങ്ങ് പോവാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കണോടാ. കാണിക്കണം കാണിക്കണം. എന്നാലല്ലേ ഒരു ഇതുള്ളൂ. ഇത് വേണ്ട. റോൾസ് റോയ്സ് ഇത് വേണ്ടല്ലോ. അവൻ്റെ ഒരു വണ്ടി. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് അങ്ങ് വൈൻഡപ്പ് അത് വേണോ? വയറിൽ എന്താ കൊക്കപ്പുഴുവാണോ? ആ ഇരിക്കണ KFC ആര് കഴിക്കും? എന്നാ വൈൻഡപ്പ് ചെയ്യാന്ന്. KFC ആന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതെ. അപ്പൊ നമ്മള് ഇതിലിവിടെ സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. എന്റെ ചളി ഇഷ്ടപ്പെട്ടവർ എത്തി നോക്കേണ്ടതാണ്. അപ്പുറത്ത് വൈൻഡപ്പ് പോയി നമ്മളെ ബാക്കി പറയൂ. ഏതാണ് വണ്ടി? വൈൻഡപ്പ് ചെയ്ത് നിക്കൂല ഇവിടെ. ഏതാണ് വണ്ടി? ആളിയാ നിന്റെ വണ്ടി കൊള്ളാം, ഞങ്ങള് കണ്ടു പൊക്കോ. അളിയന്റെ വണ്ടിക്കഥ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അളിയൻ പോയാ. ഓക്കെ, അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വ്ളോഗിൽ ഇൻഷാല്ലാ കാണാം. ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വ്ളോഗല്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിപ്പയർ ആവാൻ പറ്റിയില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് എന്തെല്ലോ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് കൂട്ടി ഒരുമ്പി വരുമ്പോഴത്തേക്കും മനസ്സിലാവും എന്തൊക്കെ കട്ട് ചെയ്ത് കളയണം. മൊത്തത്തിൽ കട്ട് ചെയ്ത് വരുമ്പോൾ അവസാനം ഞങ്ങൾ വന്നു പോയി. സത്യം, ഞങ്ങൾ വന്നു ഞങ്ങൾ പോയി, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും കണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഗൈസ്. നന്ദി, നമസ്കാരം. വേണമെങ്കിൽ നീ അവിടെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന റെയിൽ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. റെയിലോ? മണ്ടയിൽ അതാണെന്ന് ആ ഇല്ല, ഞങ്ങൾ കാണിക്കില്ല. കാരണം ഇത് പുതുതായിട്ട് വരുമ്പോൾ ഞങ്ങൾ പുതുതായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും കാണിക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പം കണ്ടന്റ് മിസ്സാവുന്നൊക്കെ. അതെ, അപ്പോൾ നമുക്ക് പോവാം. വണ്ടീൻ്റെ അടുത്ത് പോവാം. മറ്റത് പറയടാ, എന്റെ അക്കൗണ്ടിലൂടെ വന്ന് ഒളിഞ്ഞു നോക്കാൻ. ഞാൻ അതെ, അത് ഞാൻ കട്ടാക്കാളാ. യവക്കും ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്തുവാ അതിന്റെ പേര്? ഇരിക്കുന്നു പറഞ്ഞു പറയിപ്പിച്ചെന്ന് പറയുന്നത് ഷക്കീറ SHEA __. HR. പക്ഷെ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഷാക്കിറ വക്ക വക്ക അത് ആ പെണ്ണുമ്പിളാണ് കിട്ടുന്നത്. സത്യം അവിടെ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഷക്കീറ.HR എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ലിങ്ക് ഉണ്ട്. അതിൽ തപ്പിപ്പിടിച്ചോളെ എടുക്കാം. ചുമ്മാ ഞാൻ അതിൽ മെൻഷൻ ആക്കി കളയാൻ. അതിലൊന്നും എടുത്താൽ മതി. വലിയ പാടൊന്നും ഇവിടെയുണ്ട് ഗൈസ്. അപ്പം ശരി, എന്നാൽ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ അടുത്ത വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും മസ്സലാമ. കട്ട്